ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. 2025 ക്രിസ്മസ് കൂടെ അങ്ങ് എത്തല്ലേ. അപ്പോൾ എൻ്റെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. സോ ഞാൻ പോയ ഉടനെ തന്നെ ഫസ്റ്റ് എൻട്രി ചെയ്തായിരുന്നു കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് അവർ പോസ്റ്റ് തരാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നീടാണ് അറിഞ്ഞത് അത് വീഡിയോ ആണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ആങ്കേഴ്സ് വരുന്നത്. മേഘ ആൻഡ് ആൻസി എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ട്രെയിനറും, മേഘ എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസിലെ പേഴ്സണുമായിരുന്നു. സോ ഇവർ രണ്ടുപേരായിരുന്നു നമ്മുടെ ആങ്കേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ. സോ ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെ ഒരു പ്രയർ സോങ് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ BD ആയ ആതിര ചേച്ചിയാണ് ആ ഒരു പ്രയർ സോങ് പാടിയിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജറായ ജാസ്മിൻ മാമിൻ്റെ വെൽക്കം സ്പീച്ചായിരുന്നു കേട്ടോ. എല്ലാ പ്രോഗ്രാംസിനും ഒരു വെൽക്കം സ്പീച്ചോട് കൂടിയാണല്ലോ നമ്മൾ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രെയർ സോങ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്തിരുത്തുക എന്നുള്ളതാണ് മെയിൻ. സോ അങ്ങനെ നമ്മുടെ ജാസ്മിൻ മാമിൻ്റെ വെൽക്കം സ്പീച്ചായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡൻ്റ് ആണ് കേട്ടോ, സംസാരിക്കുന്നതായിക്കോട്ടെ എല്ലാത്തിലും. എനിക്ക് എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു സ്പീച്ചിൽ ഒന്ന് തന്നെയായിരുന്നു പുള്ളിക്കാരി പറയുന്നത്. സിമ്പിളായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര ഒരു പവർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ ജാസ്മിൻ മാം എന്ന് പറയുന്നത്. സോ മാമിൻ്റെ ആ ഒരു സ്പീച്ച് കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫ്ലൂട്ട് ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഓർമ്മയില്ല. സ്റ്റുഡൻറ്റ് ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ പേര് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ സ്റ്റാഫിന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പേര് ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഓണത്തിനും പുള്ളിക്കാരൻ്റെ ഒരു ഫ്ലൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലൂട്ട് വായനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അടുത്ത് ഇതിനെ പറ്റിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് വന്നിട്ട് 2 ടൈപ്പ് ഓഫ് ഫ്ലൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്ലൂട്ട് ഇങ്ങനെ വേറെ 2 ടൈപ്പ് ഓഫ് ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ അത് കമൻറ്റ് ചെയ്യുക. എനിക്ക് കറക്റ്റ്ലി അറിയത്തില്ല. ഞാൻ ഓണത്തിന് ഫസ്റ്റ് ഒരു ഇത് കണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഈ ഒരു ഫ്ലൂട്ടിനെ പറ്റിയിട്ട് കറക്റ്റ്ലി ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും നേരിട്ട് ഈ ഒരു പെർഫോമൻസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരെണ്ണം കഴിഞ്ഞു. അടുത്ത പുള്ളിക്കാരൻ സെക്കൻഡ് എടുത്തിട്ട് രണ്ടാമത് ആ ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒന്ന് ക്രിസ്മസ് റിലേറ്റ് ചെയ്തിട്ടൊരു സോങ്ങും ഒന്ന് നമ്മുടെ സിനിമ സോങ്ങും ആയിരുന്നു പുള്ളിക്കാരൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൂട്ടിനെ പറ്റിയിട്ട് ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പം ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടെറിട്ടറി മാനേജറായ സീമ മാമിൻ്റെ ഒരു ഇനാഗുറേഷൻ സ്പീച്ചാണ് കേട്ടോ. പിന്നെ മാമിനെ പറ്റി എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര കോൺഫിഡൻ്റാണ്, പറയുന്ന വേർഡ്സ് എല്ലാവർക്കും ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെടും. ഒരു മോട്ടിവേറ്ററാണ്. അങ്ങനെ ഭയങ്കര ഒരു റോൾ മോഡലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് സീമ മാം എന്ന് പറയുന്നത്. അപ്പോൾ മാം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും. അതുപോലെ തന്നെ മാം എപ്പോഴും മാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാം സംസാരിക്കുമ്പം എന്തെങ്കിലും ഒരു തീം ഉണ്ടാവും. ഇപ്രാവശ്യത്തെ മാമിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ലൈറ്റിനെ പറ്റിയിട്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ പോലെയായിരുന്നു മാമിൻ്റെ ഒരു ഇനാഗുറേഷൻ സ്പീച്ച് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുകയുണ്ടായിരുന്നു. സോ ഈ ഒരു സ്പീച്ച് കഴിഞ്ഞ് നേരെ പോയത് സ്റ്റാഫിൻ്റെ ഒരു ഗ്രൂപ്പ് സോങ്ങാണ് കേട്ടോ. ഈ ഒരു ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് നമ്മുടെ കണ്ണും കണ്ണും കാത്തിരുന്നു ആ ഒരു സോങ്ങും, പിന്നെ അതുപോലെ തന്നെ ഗബ്രിയേലിൻ്റെ ദർശനം, ആ 2 സോങ്സുമാണ് നമ്മുടെ സ്റ്റാഫ് പാടിയിട്ടുണ്ടായിരുന്നത്. പ്രാക്ടീസൊക്കെ വളരെ കുറവാണെങ്കിൽ കൂടിയും അവർ സ്റ്റേജിൽ ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് നിന്ന് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു ടാലൻ്റായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. സോ എല്ലാ ടീം മെമ്പേഴ്സിൻ്റെയും ആ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു. നല്ല ആ ഒരു ക്രിസ്മസ് വൈബ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സോങ് ആയിരുന്നു കേട്ടോ അവർ പാടിയിട്ടുണ്ടായിരുന്നു ആ 2 സോങ് എന്ന് പറയുന്നത്. അടുത്ത ഈ ഒരു പാട്ട് കഴിഞ്ഞ് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ റീജിയണൽ ടെക്നിക്കൽ ഹെഡായ നിഷ മാമിൻ്റെ ഒരു സ്പീച്ചായിരുന്നു കേട്ടോ. ക്രിസ്മസിനെ പറ്റിയിട്ട് ഒരു സ്പീച്ചായിരുന്നു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ എല്ലാവർക്കും ക്രിസ്മസ് വിഷൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു സ്പീച്ചായിരുന്നു മാമിൻ്റെതും. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്പീച്ചൊക്കെ. കാരണം ഭയങ്കര ലാഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബോറടിപ്പിക്കാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞു നടത്തുന്ന സ്പീച്ചസ് ആയിരുന്നു 3 പേരുടെയും. സോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മാമിൻ്റെ ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു വിഷും കാര്യങ്ങളൊക്കെ. സോ മാമിൻ്റെ ഈ ഒരു വിഷ് കഴിഞ്ഞ് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു പെർഫോമൻസ് ആയിരുന്നു, ഒരു ഡാൻസ് പെർഫോമൻസ്. ഇത്രയും നേരം നമ്മൾ പാട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. സോ അത് കഴിഞ്ഞൊരു സോളോ ഡാൻസ് ആയിരുന്നു അടുത്തുണ്ടായിരുന്നത്. ഈ പുള്ളിക്കാരനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഓണത്തിന്
പുള്ളി ആദ്യം സ്റ്റുഡൻറ്റിൻ്റെ നെയിം പറയാം കേട്ടോ. സ്റ്റുഡൻറ്റ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ ജോബിൻ എന്നാണ് സ്റ്റുഡൻറ്റിൻ്റെ പേര്. കഴിഞ്ഞ ഓണത്തിന് ജോബിനൊരു ടീം തന്നെ ഉണ്ടായിരുന്നു ഡാൻസിന്. അടിപൊളി ഡാൻസ് ആയിരുന്നു. ബട്ട് ഇപ്രാവശ്യം ആ ടീമൊക്കെ പഠിച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ജോബിനായിരുന്നു ഇപ്രാവശ്യം സിംഗിൾ ഡാൻസ് ആയിരുന്നു സ്റ്റുഡൻറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. സിംഗിൾ ആണെങ്കിൽ കൂടിയും ആ ഒരു വൈബ് കയ്യിലെടുക്കുക എന്ന് പറയുന്നത് വെരി ടാലൻറ്റഡ് ആൻഡ് വെരി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കാരണം സിംഗിളായിട്ട് നിന്ന് അത്രയും ക്രൗഡിനെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒന്ന് തന്നെയല്ല അല്ലേ. സോ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഓഡിയൻസിനെ കയ്യിലെടുത്തുകൊണ്ട് ആ വൈബ് കാര്യങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് അടിപൊളി ഒരു സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസാണ് ജോബിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഭയങ്കര ഈ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ കണ്ണിന് കുളിർമയേകുന്ന പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നതിലൊന്നായിരുന്നു ജോബിൻ്റെ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത്. എനിക്ക് സോങ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓർമ്മയില്ല, ബട്ട് അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ജോബിൻ്റെത്. ജോബിൻ്റെ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞ് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു സിംഗിൾ സോങ്ങിലേക്കായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് ഐ തിങ്ക് നെയിം വന്നിട്ട് ജെനീറ്റോ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ സ്റ്റുഡൻറ്റിൻ്റെ നെയിം. നമ്മുടെ എംബഡഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻ്റായ ജെനീറ്റോ ആണ്. ജെനീറ്റോ വന്നിട്ട് ക്രിസ്മസ് റിലേറ്റ് ചെയ്ത് തമിഴ് സോങ്ങാണ് പാടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്ന അടുത്തൊരു സോങ്ങിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സോങ് ക്രിസ്മസ് വൈബിനോടനുബന്ധിച്ചുള്ള ഒരു തമിഴ് സോങ് ആയിരുന്നു ജെനീറ്റോ പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ജെനീറ്റോയുടെ സോങ് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ സ്റ്റുഡൻസ് സോങ്ങും അല്ലെങ്കിൽ ഡാൻസ് പെർഫോമൻസൊക്കെ ആയി അതൊരു ഫുള്ളി പവർഫുള്ളായിട്ട് എത്തത്തില്ലല്ലോ പ്രോഗ്രാംസ്. സോ അപ്പം അടുത്ത് നമ്മളൊരു സ്റ്റുഡൻസിനെ എല്ലാവരെയും എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ഗെയിമാണ് കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗെയിം ഇങ്ങനെയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമായി ഗെയിം കാണുന്നത്. അതായത് നമ്മുടെ മ്യൂസിക്കൽ ചെയർ ഉണ്ടല്ലോ, നമ്മുടെ കസേര കളിക്ക് പകരമായിട്ട് നമ്മൾ സ്റ്റുഡൻസിന് എല്ലാവരെയും ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിർത്തും. അതിനകത്ത് കുറച്ച് കപ്സ് നമ്മുടെ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. സോ മ്യൂസിക് പ്ലേ ചെയ്യും. മ്യൂസിക് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുക, ആ കപ്പ് എടുക്കുക. കപ്പ് കിട്ടാത്തവർ എന്ത് ചെയ്യുക, ഔട്ടാവുക. സോ അങ്ങനെയായിരുന്നു ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗെയിം കാണുന്നത്. എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക്കൽ ചെയറിനെ ആ ഒരു കമ്പാരിസൺ വരും. ബട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഭയങ്കര എല്ലാ സ്റ്റുഡൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല വൈബ് കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാ സ്റ്റുഡൻസും. അങ്ങനെ അതിൻ്റെ കുറച്ച് പോർഷൻസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ഗെയിം കഴിഞ്ഞിട്ട് അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് IT രണ്ട് ചുണക്കുട്ടികളായ പ്രിയ ആൻഡ് സ്റ്റെഫി, ഈ രണ്ട് പേരുടെയും ഒരു ഡാൻസിലേക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഡാൻസിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഒരു ഇംഗ്ലീഷ് മൂവി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്ത സോങ്സ് അല്ലെങ്കിൽ ഒരു ക്രിസ്മസിന് കറക്റ്റ് ആ ഒരു വൈബിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഇതാണ്. നമ്മൾ നോർമലി ഒരു പ്രോഗ്രാംസ് നടത്തുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും ഒന്നുകിൽ മലയാളം സിനിമാറ്റിക് ഫ്യൂഷൻ സോങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ തമിഴ് മിക്സ് ഫ്യൂഷൻ ഡാൻസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് ഇവിടെ ഇവർ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു തീമിലെ സോങ്സ് ആയിരുന്നു ഈ ഒരു ടീം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രിയ ആൻഡ് സ്റ്റെഫി എന്ന് പറയുന്നത്. ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ കൗതുകം കൊണ്ടുവരിക, നമുക്കൊരു വൈബ് വരത്തില്ലേ, ക്ലാപ്പൊക്കെ അടിച്ച് അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ എന്ന് പറയുന്നത്. സത്യം ഓരോ സ്റ്റുഡൻസും സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുമ്പം അതിൻ്റേതായ അവർക്ക് ആ ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ ഈ ഒരു ക്രൗഡിനെയൊക്കെ ആ ഒരു അവരുടെ പ്രോഗ്രാംസിലേക്ക് ഇരുത്തിക്കുക എന്നുള്ളതെന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. സോ ഈ രണ്ട് പിള്ളേരും ആ ഒരു നല്ല ചുണക്കുട്ടികളായിട്ട് ഇന്ന് നല്ല രീതിക്ക് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചുണക്കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ IPCSൻ്റെ എന്താ പറയുക, IPCSൻ്റെ തന്നെ ഗായകൻ എന്നൊക്കെ IPCS ക്ലബ്ബ് ട്രിവാൻഡ്രത്തിൻ്റെ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന അമൽ സാറിൻ്റെ ഒരു സോളോ സോങ് ആയിരുന്നു കേട്ടോ ഈ പാടിയിട്ടുണ്ടായിരുന്നു. സാറ് പാടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജാലക്കാരി എന്ന് പറയുന്ന ആ ഒരു സോങ് ആയിരുന്നു അമൽ സാറ് പാടിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം സാറ് നല്ല ട്രാക്കൊക്കെ ഇട്ട് നല്ല രീതിക്ക് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രാക്ക് ഒരു വഴി മൈക്ക് ഒരു വഴി രണ്ട് വഴി ആയതുകൊണ്ട് സാറ് ലാസ്റ്റ് ട്രാക്ക് നിർത്തിയിട്ട് അല്ലാണ്ട് നോർമൽ സോങ് പോലെ പാടുകയായിരുന്നു. ബട്ട് കൊള്ളാം, നല്ലൊരു പ്രോഗ്രാമായിരുന്നു സാറിൻ്റെ സോങ് എന്ന് പറയുന്നത്. അത് ഏത് പ്രോഗ്രാമിന് നമ്മളിപ്പോൾ എന്തൊക്കെ സെലിബ്രേഷൻസ് ഉണ്ടെങ്കിലും സാറിനൊരു പാട്ടെന്ന് പറയുന്നത് മസ്റ്റായിരിക്കും. ഒന്നുകിൽ ഡുവറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ സോളോ ആയിരിക്കും. സോ സാറിൻ്റെ ഈ ഒരു സോങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റുഡൻസ് അവതരിപ്പിച്ച ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. തകർപ്പൻ ഡാൻസ് ആയിരുന്നു.
എനിക്ക് തോന്നുന്നു അവിടെ കോസ്റ്റ്യൂം ഒക്കെ ഇങ്ങനെ ഒരു സെറ്റാക്കി കളിച്ചതിൽ ഒരു ടീമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഗേൾസ് റെഡും ബോയ്സ് എല്ലാവരും വൈറ്റ് ഇട്ടിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത്. ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ഒരു ഫ്യൂഷൻ തന്നെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്യൂഷൻ സിനിമാറ്റിക്കും അതുപോലെ തന്നെ കപ്പിൾ ഡാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിയിലൊരു സോങ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. സോ ഭയങ്കര എനർജറ്റിക് പെർഫോം ആയിരുന്നു കേട്ടോ ഇത്. എനിക്കിഷ്ടപ്പെട്ടതിൽ ഒരു പ്രോഗ്രാം ഗ്രൂപ്പ് ഡാൻസിലൊന്നായിരുന്നു ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രോഗ്രാം തീർന്നു എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ടൈമിനായിരുന്നു ഇതിനകത്തൊരു സസ്പെൻസ് എൻട്രി പോലെ നമ്മുടെ സ്റ്റാഫ് സത്യ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റാഫ് സത്യയുടെ ഒരു എൻട്രി അതിനകത്ത് ഈ ഒരു ഡാൻസിനകത്ത് അവരുണ്ടായിരുന്നു. സത്യ എന്താ കൃഷ്ണനായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതായിരുന്നു ഇവരുടെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. സോ അപ്പം അങ്ങനെ ഒരു കോമഡി ഫ്യൂഷൻ ഡാൻസ് പോലെയായിരുന്നു ഇതുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പം ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞ് അടുത്ത് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എംബഡഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ ശിവഗായത്രി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സോളോ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി പുള്ളിക്കാരി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്, ബട്ട് ഇപ്രാവശ്യം പുള്ളിക്കാരി ഒരു സിനിമാറ്റിക് ഫ്യൂഷൻ സിംഗിൾ ഡാൻസായിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഒരു സിംഗിൾ പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ബൂസ്റ്റപ്പ് ലെവൽ കാര്യങ്ങളൊക്കെ ബെറ്ററാണ്. അപ്പം ആ ഒരു എനർജിയോടുകൂടി തന്നെയായിരുന്നു പുള്ളിക്കാരി ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കാര്യം എടുത്തു പറയാൻ, സിംഗിൾ ഡാൻസ് പെർഫോമൻസ് ആകുമ്പോഴത്തേക്കും നമുക്കിഷ്ടമുള്ള സ്റ്റെപ്പ് തന്നെ ഇടാമെന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷേ പാട്ടിനനുസരിച്ചും ആ ഒരു ഇതിനനുസരിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്റ്റെപ്പ് തന്നെ ഇടണമല്ലോ എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. സോ അപ്പം അങ്ങനെ നല്ലൊരു സിംഗിൾ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ശിവഗായത്രി നമുക്ക് മുന്നിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് എവിടെ എവിടെ എവിടെയെന്നും പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ്സ്, നമ്മുടെ അഞ്ജലി മിസ്സ്, അശ്വിത മിസ്സ്, അതുപോലെ തന്നെ ഇവരായിരുന്നു സ്റ്റാർട്ടിങ്. ഇവരുടെ ആ ഒരു എൻട്രി കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ മെയിൽ സ്റ്റാഫ്സിൻ്റെ, അതായത് സത്യയുടെയും അമൽ സാറിൻ്റെയും എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ഒരു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങളും ഉണ്ട് എന്ന് പറയുന്ന പോലെ IT ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഒരു സ്ട്രെങ്ത് ആണ് കേട്ടോ. അവരുടെ ഒരു യൂണിറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ അപ്പം നമ്മുടെ അഞ്ജലി മിസ്സിൻ്റെ അശ്വിത മിസ്സ് നമ്മുടെ ബാർബി ഗേളിൽ അമ്പമ്പാടി ഡിസ്കംപാടി ആ ഒരു സോങ്ങൊക്കെ ആയിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ശോകം വേണ്ട ആ ഒരു സോങ്ങിനായിരുന്നു ഇവരുടെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബോയ്സിൻ്റെ. സോ അങ്ങനെ ഇവരുടെ നല്ലൊരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അവർ എല്ലാ സ്റ്റുഡൻസിനെയും കൈകളിലെടുത്തുകൊണ്ട് അവരുടെ ആ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. പ്രോഗ്രാമൊക്കെ കണ്ട് എല്ലാവരും ബോറടിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗെയിംസിലേക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് 2 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേബിളിൽ അവർക്ക് 2 സൈഡിൽ കുറച്ച് മെഴുകുതിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു മാച്ച് ബോക്സും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാച്ച് ബോക്സിൽ ഒരു തിരി കൊണ്ട് ഇവർ ഈ മെഴുകുതിരി എല്ലാം കത്തിക്കണം. എന്നിട്ട് അവർക്കൊരു A4 ഷീറ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു A4 ഷീറ്റ് പേപ്പർ മടക്കി വായിലിങ്ങനെ വെച്ചിട്ട് അത് അണയ്ക്കുന്ന രീതിയിലാണ് ഇങ്ങനെ തലയാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണെങ്കിലും ആ ഒരു മെഴുകുതിരിനെ എല്ലാം അണയ്ക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാസ്ക് കേട്ടോ. അങ്ങനെ 2 പേര് വെച്ച് അങ്ങനെ കുറച്ച് നേരം ഈ ഒരു ഗെയിമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗെയിമൊക്കെ കണ്ടിരുന്നാൽ മതിയോ? എന്തായാലും ഇനി അടുത്ത സ്റ്റുഡൻസിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ആയാലോ എന്ന് എഴുതിയിട്ട് അടുത്ത് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിൻ്റെ ഡാൻസ് പ്രോഗ്രാമിലായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ പ്രിയ, അമ്മു, ജൂലിയ, ഇവർ 3 പേരുടെയും ഒരു എനർജറ്റിക് ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സ്റ്റുഡൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവർ അത്രയും എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമാണ്. സോ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാം എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആക്ച്വലി ഇതൊരു സർപ്രൈസ് സോങ് ആയിരുന്നു കേട്ടോ. എനിക്കത് ഇവർ ഓഫീസിൽ ആരടുത്തും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ ഇവർ ഗ്രൂപ്പ് സോങ് പാടുകയാണെന്നോ. അവിടുത്തെ സ്റ്റാഫുകൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രാക്ടീസ് ചെയ്യില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ജാടയിട്ട് നിന്ന ഒരു സെക്ഷനായിരുന്നു കേട്ടോ ഈ ഒരു സോങ് എന്ന് പറയുന്നത്. സോ ഇതൊരു സർപ്രൈസ് ആയിട്ട് അവർ നടത്തിയ ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു. നമ്മുടെ മെയിൽ സ്റ്റാഫ്സായ സത്യ, ഹരീഷ്, അമൽ സാറ്, വിശാഖ് സാർ, ഇവർ ഇത്രയും പേരും കൂടെ ഒരു ഗ്രൂപ്പ് സോങ് നമ്മുടെ കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്.
നമ്മുടെ സ്റ്റുഡൻസിനെയും സ്റ്റാഫിനെയും എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് സോങ് അവർ പാടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര വൈബും എനർജറ്റിക്കും അവർ ആ ഒരു ഇതൊക്കെ ഭയങ്കര ഭയങ്കര സെറ്റായിരുന്നു. ഈ ഒരു പ്രോഗ്രാമോട് കൂടിയാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസ് ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇനി നമുക്ക് അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കലാശക്കൊട്ട് എന്നുള്ള രീതിക്ക് അടുത്ത് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു DJ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യമൊക്കെ എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് മടിയായിരുന്നു സ്റ്റുഡൻസിനൊക്കെ. അങ്ങനെ കുറച്ച് പേര് വെച്ചിട്ടാണ് ഈ ഒരു DJ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എല്ലാവരും വൈബായിട്ട് ആ ഒരു ഫോമിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു DJയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും അവർക്കൊരു വൈബ് പാട്ടിന് വേണ്ടിയിട്ട് അവരെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. സോ അപ്പം ആ ഒരു സ്റ്റുഡൻസിൻ്റെ DJ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നേരെ പോയിട്ടുണ്ടായിരുന്നു സ്റ്റാഫ്സിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അതായത് സ്റ്റാഫുകൾ ക്രിസ്മസ് ഫ്രണ്ട് നേരത്തെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും എന്നെ കളിയാക്കുന്നതായിരുന്നു. യൂട്യൂബിൽ ഹലോ ഗൈസ് ഇത് ഞങ്ങളുടെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണെന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കുന്നതായിരുന്നു ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് നമ്മുടെ ജിതേഷ് സാറ് എല്ലാവർക്കും വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ഒരു ഇതാണ് കേട്ടോ. എന്തായാലും ഒരു പരിപാടി കലാശക്കൊട്ട് ഫസ്റ്റ് ഇനാഗുറേഷൻ സ്പീച്ചും അല്ലെങ്കിൽ വെൽക്കം സ്പീച്ചും കഴിഞ്ഞ നേരെ അടുത്ത ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അങ്ങനെ ജിതേഷ് സാറിൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞങ്ങൾ സ്റ്റാഫും സ്റ്റുഡൻസും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു DJയുടെ കൂടെ തന്നെ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു 2025 IPCS ഗ്ലോബൽ ട്രിവാൻഡ്രത്തിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര കണ്ടോ, ഫസ്റ്റ് നമ്മൾ സ്റ്റുഡൻസ് മാത്രമായിരുന്നു ആ ഒരു DJ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് ഒരു ഇതായതുകൊണ്ട് സ്റ്റാഫും കൂടെ ഇറങ്ങിച്ചെന്ന് അതിനൊരു കലാശക്കൊട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര വൈബായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.